കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷും നിധിയും വീട്ടുകാർക്കൊപ്പം ബീച്ചിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സുഭാഷ് ഒരു കവർ എടുത്ത് ടേബിൾ കൊണ്ടുവയ്ക്കുന്നത് കണ്ട് സുധീഷ് അതിലേക്ക് നോക്കുന്നുണ്ട്. ഓഹോ, പാക്കിംഗ് ഒക്കെ തുടങ്ങിയോ? കുടിവെള്ളമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പഴമുണ്ട് എന്നൊക്കെ അതിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട്, എന്റെ സുഭാഷ് ഏട്ടാ, ഒന്ന് ബീച്ച് വരെ പോയി വരാനാണോ ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും, ഇരിക്കട്ടെടാ, ആവശ്യം വന്നാലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഓഹോ, ഇതൊന്നും അവിടെ കിട്ടാഞ്ഞിട്ടാണോ ഇവിടുന്ന് എടുത്ത് പോകുന്നേ എന്നവൻ ചോദിക്കുമ്പോൾ, കിട്ടും, പക്ഷേ കാശ് കൊടുക്കണ്ടേ? ഇവിടെ എല്ലാം ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതൊക്കെ ശരി എന്നും പറഞ്ഞുകൊണ്ട് കവറിലേക്ക് നോക്കി, ഇതെന്തിനാ ഈ ബെഡ്ഷീറ്റ് എന്നവൻ ചോദിക്കുമ്പോൾ, അത് പിന്നെ വേണ്ടേ, അവിടെ ചെന്ന് നിധിക്ക് മണലിലിരിക്കാൻ പറ്റുമോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഓഹോ, നിധിക്ക്, ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുന്ന അച്ഛന്റെ പാട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛന്റെ ആ താളബോധം സുഭാഷ് ഏട്ടനാ കിട്ടിയിരിക്കുന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അച്ഛന്റെ വെള്ളമടി നിനക്കോ കിട്ടിയേ എന്ന് സുഭാഷും അവനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ വരുന്നില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ, അങ്ങേരോ, എന്തിന്? അതൊന്നും വേണ്ട എന്ന് സുധീഷ് പറയുന്നുണ്ട്. അച്ഛനെയും കൂടി വിളിക്കായിരുന്നില്ലേ എന്നവൾ പറയുമ്പോൾ, അതൊന്നും വേണ്ടെന്നേ, അതൊന്നും ശരിയാവില്ല എന്ന് സുധീഷ് വീണ്ടും പറയാണ്. നമ്മൾ ഏതായാലും കുടുംബമായിട്ട് പോകുന്നതല്ലേ, അപ്പൊ പിന്നെ അച്ഛനെയും കൂടി വിളിക്കേണ്ടതല്ലേ എന്ന് നിധി പറയുമ്പോഴേക്കും, അതല്ല മോളെ, അച്ഛൻ അങ്ങനെയൊന്നും വരില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അത് വിളിച്ചു നോക്കിയാലേ അറിയാൻ പറ്റൂ എന്ന് അവൾ പറയുമ്പോഴേക്കും, അങ്ങോട്ടെത്തിയ നികേഷും, ഒരു ഈവനിങ് സന്തോഷമായിട്ടിരിക്കാനാണ് പോകുന്നതെങ്കിൽ അങ്ങനെ കൂട്ടാതിരിക്കുന്നതാ നല്ലത്. അല്ല, വല്ല വള്ളിയും പിടിക്കാനാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ബെസ്റ്റ് ചോയ്സ് വേറെയില്ല എന്നവൻ പറയുന്നത് കേൾക്കെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല നികേഷേ, അങ്ങനെയൊക്കെ കരുതി ആളെ ഒഴിവാക്കുന്നത് നമ്മുടെ പ്രശ്നം. വീട്ടിലൊരാളായി അച്ഛനെ പരിഗണിക്കുന്നുണ്ടെന്ന് കണ്ട അച്ഛനും സന്തോഷാവില്ലേ? ഒന്ന് വിളിച്ചു നോക്കാം, വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നവൾ പറയുമ്പോൾ, എങ്കിൽ ശരി, മോള് പോയി വിളിക്കേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിധി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും സുധീഷും സുഭാഷിനോടായി, എന്റെ സുഭാഷ് ഏട്ടാ, തൊലച്ചു, അവൾ എനി ചെന്ന് വിളിച്ച അങ്ങനെ എന്തായാലും വരുമെന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ, അങ്ങനെയൊന്നും വരില്ലടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിധി അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് ചുമയ്ക്കുമ്പോഴേക്കും, എന്താ മോളെ, തൊണ്ടയിൽ കിച്ചിക്കിച്ച, രാവിലെ ആ ഓട്ടോക്കാരനോട് കുറെ വാദിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും എന്നയാൾ പറയുമ്പോൾ, ഞങ്ങൾ അകത്തുനിന്ന് ഒരു കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു, അച്ഛനത് കേട്ടോ എന്നവൾ ചോദിക്കുമ്പോൾ, ഞാനിങ്ങനെ കേൾക്കാനാ മോളെ എന്ന് അച്ഛനും പറയുന്നുണ്ട്. അതെങ്ങനെ കേൾക്കാനാ, ഇവിടെ നല്ല പാട്ടല്ലേ എന്നവൾ പറയുമ്പോൾ, അത് നല്ലതല്ലേ, നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും ഞാനൊന്നും കേൾക്കില്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും, അത് ശരി, അപ്പൊ ഈ തല്ലിപ്പൊളി പാട്ടുകളുടെ രഹസ്യം അതാണല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. തല്ലിപ്പൊളി പാട്ടോ, എന്റെ പാട്ടോ? അത് വേണ്ടാട്ടോ എന്നും പറഞ്ഞ് അച്ഛൻ എഴുന്നേൽക്കുമ്പോഴേക്കും, ഇന്ന് ഞങ്ങൾ എല്ലാവരും ബീച്ചിൽ പോവാ, അച്ഛൻ വരുന്നോ എന്നവൾ ചോദിക്കുമ്പോൾ, എന്നെയാണോ വിളിച്ചേ എന്ന് ഭാസ്കരനും അതിശയത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്. അതെ എന്നവൾ പറയുമ്പോൾ, ലോറി ഡ്രൈവർ കിളിക്കൂട്ടിൽ ഭാസ്കരൻ നിന്ന ഈ എന്നെയോ എന്നയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അധികം ഡ്രാമ കളിക്കാതെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി വാ എന്നവൾ പറയുമ്പോൾ, എന്നെ വിളിക്കുന്ന കാര്യം അകത്തിരിക്കുന്ന സീതമാർക്കൊക്കെ അറിയോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, നിങ്ങളോളം വലിയ സീതന്മാരൊന്നും അകത്തില്ല എന്നവളും പറയുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നവൾ ചോദിക്കുമ്പോൾ, പിന്നെ മോൾ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കോ, ഐ ആം കമ്മിങ്, ഐ ചേഞ്ച് മൈ ഡ്രസ് ആൻഡ് കം എന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകുന്നുണ്ട്. അച്ഛനൊരു പാട്ടും പാടി അകത്തേക്ക് പോകുന്നത് കണ്ട്, ഇതെന്താ പാട്ടൊക്കെ പാടിക്കൊണ്ട് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടെത്തിയ നിധിയും, എന്ത് സന്തോഷമായിട്ടാ പോകുന്നതെന്ന് നോക്ക്, വിളിച്ചാലേ ഒരാൾ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ, പാവം, വരട്ടെ എന്നവൾ പറയുമ്പോൾ, അതെ അതെ, വളരെ പാവ, വരട്ടെ, ഇതെപ്പോഴും പറയണമെന്ന് മാത്രം എന്ന് സുധീഷും പറയുന്നുണ്ട്. അവിടെ വർക്ക്ഷോപ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഹരീഷിനരികിലേക്ക് ചന്തുവും ടിറ്റോയും വരുന്നുണ്ട്. ഹരീഷേട്ടാ, ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും, ഒന്നും മിണ്ടാതെ പണിയെടുക്കുന്ന ഹരീഷിനെ നോക്കിക്കൊണ്ട്, എടാ ഇനി വിളിക്കണ്ട, വെറുതെ വഴക്ക് കേൾക്കാൻ എന്നും പറഞ്ഞ് ചന്തുവിനെയും വിളിച്ച് ടിറ്റോ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും നീതു അങ്ങോട്ട് വരുന്നത് അവർ കാണുന്നുണ്ട്. ആഹാ, വഴക്കിനുള്ള ആളെത്തിയല്ലോ, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും എന്നും പറഞ്ഞുകൊണ്ട് ചന്തു ടിറ്റോയും അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. നീതു അവിടെ നിന്നിട്ടും അവൾ അവനെ മൈൻഡാക്കാതിരിക്കുന്നത് കണ്ട് അവൾ ഒരു സ്റ്റൂൾ എടുത്ത് അവൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ നോക്കാതെ നിൽക്കുന്നത് കണ്ട് അവൾ എന്തോ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് എറിയാണ്. അവൻ പെട്ടെന്ന് ഛേ എന്നും പറഞ്ഞ് അവളെ നോക്കുമ്പോഴേക്കും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഹരീഷേ, ഞാൻ എത്ര സമയമായി ഇവിടെ വന്നിരിക്കുന്നു, നീ എന്താ എന്നെ ഒന്നും നോക്കാത്തെ എന്ന് അവൾ പറയുമ്പോൾ, ദേ, വഴക്കുണ്ടാക്കാനാ വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് പോയിക്കോ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ പിരി പൊട്ടിയിരിക്കുക എന്ന് ഹരീഷും പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ, എന്നെ വീട്ടിൽ എത്രമാത്രം തല്ലിയെന്നറിയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, എന്തിന് എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അത് നിനക്കറിയില്ല അല്ലേ, നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ടാ എന്നെ അവർ ഇത്രയും തല്ലിയത് എന്ന് അവൾ പറയുമ്പോൾ, അതിന് ഞാനെന്ത് വേണം എന്ന് അവനും ചോദിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും തല്ലുകൊണ്ടിട്ട് എന്നോട് ഇങ്ങനെയാണോ പറയണ്ടേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, എന്നാ പിന്നെ ഞാൻ നിന്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ തന്തയെയും ചേട്ടനെയും തല്ലാം, എന്താ അത് മതിയോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും തല്ലുകൊണ്ടത്, എന്നിട്ട് നീ എന്നോട് ദേഷ്യപ്പെടാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, പിന്നെ ഞാനെന്താ വേണ്ടേ, നിന്റെ അച്ഛനും അമ്മയ്ക്കും വിവരമില്ലാതെ നിന്നെ തല്ലിയെന്ന് കരുതി എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അവരെന്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ, അവരുടെ സംസാരം കേട്ടതൊന്നും നിങ്ങൾ വലിയ കൊട്ടാരത്തിലും ഞങ്ങൾ ദരിദ്രവാസികളുമാണെന്ന്, ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടെങ്കിലും ഇല്ലേ, അവർക്ക് എന്തുണ്ടായിട്ടാ അവരെന്റെ വീട്ടിൽ വന്ന് അത്രയും പറഞ്ഞത് എന്നവൻ ചോദിക്കുമ്പോൾ, നിന്റെ വീടല്ല അവരുടെ പ്രശ്നം, നിന്റെ വീടിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളാ എന്നവൾ പറയുമ്പോൾ,
അതൊക്കെ നിനക്കും അറിയുന്നതല്ലേ, പിന്നെന്തിനാ നീ എൻ്റെ പുറകെ വന്നത് എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അതിന് അതൊക്കെ എനിക്കൊരു പ്രശ്നമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, അത് നിന്റെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ തോന്നിയത് എന്നവനും പറയാണ്. എടി, എൻ്റെ വീടിനോ വീട്ടുകാർക്കോ ഒരു കുഴപ്പമില്ല, നാട്ടുകാർ ഓരോന്ന് പറയുന്നെന്ന് വെച്ച് അതും കേട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാനോ വേണ്ടത് എന്നവൻ ചോദിക്കുമ്പോൾ, അപ്പോൾ നീയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ എന്നവളും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിന്റെ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങളൊന്നും മിണ്ടാതിരിക്കാനോ വേണ്ടത് എന്നവൻ വീണ്ടും അവളോടായി ചോദിക്കുന്നുണ്ട്. നിന്റെ ചേട്ടനും എന്തൊക്കെയാ പറഞ്ഞതെന്ന് നീയും കേട്ടതല്ലേ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി, അതുപോലെ അങ്ങോട്ടും ചെയ്തു, അതിലെന്താ തെറ്റ്? സുഭാഷ് ചേട്ടൻ വേണമെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കും, പക്ഷേ ഞങ്ങൾ അങ്ങനല്ല. നിനക്ക് വേണ്ടി ഈ തല്ലൊക്കെ വാങ്ങിക്കൂട്ടിയ എന്നെ വേണം പറയാൻ, ഒരാശ്വാസവാക്കെങ്കിലും കേൾക്കാമെന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നേ എന്നവൾ പറയുമ്പോൾ, അയ്യോ, നീ ആശ്വാസവാക്ക് കേൾക്കാൻ വന്നതാണോ? ഞാൻ കരുതി അവർ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ വന്നതാണെന്ന്. എനിക്ക് ഓരോ അടിക്കൊള്ളുമ്പോഴും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേ എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ദേ നീതു, നീയാ എന്നെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ ഇങ്ങോട്ട് വരുന്നോണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നതും. നിന്നെ ഇഷ്ടമല്ലാന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ പേരും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് വഴക്കൂടാന്നൊന്നും ആരും കരുതണ്ട. എൻ്റെ കൺട്രോൾ പോവും, പറഞ്ഞേക്കാം. എപ്പോഴും വീട് വീട് വീട്, നിനക്ക് എന്നെ പറ്റി ഒരു കൺസേണും ഇല്ലല്ലേ എന്ന് നീതി ചോദിക്കുമ്പോൾ, ഇല്ല, ആരൊക്കെ തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ വീടും വീട്ടുകാരും തന്നെയാ വലുത് എന്നവനും പറയാണ്. നീതുവും ദേഷ്യത്തോടെ, ഇതെന്തായാലും ശരിയാവില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവേണ്ടി വരും എന്നും പറയുമ്പോഴേക്കും, നീ എന്ത് കുന്തെങ്കിലും കാണിക്ക് എന്നും പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് കയറി പോവാണ്. നീതുവും ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സുഭാഷും കൂട്ടരും ഒക്കെ ബീച്ചിലെത്തുന്നുണ്ട്. അവർ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ ഇരിക്കുമ്പോഴേക്കും, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ അപ്പുറത്തുണ്ട് എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് പോവാണ്. നിധിയും കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, സുഭാഷ് ഏട്ടാ, ഞാൻ കടലിറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നീന്തലറിയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഇല്ല എന്നവളും പറയാണ്. എങ്ങാനും തിര വന്ന് കാല് വലിച്ചാലോ എന്നവൻ ചോദിക്കുമ്പോൾ, ഞാൻ സൂക്ഷിച്ചോളാം സുഭാഷ് ഏട്ടാ, അധികം ദൂരത്തേക്കൊന്നും പോവില്ല എന്ന് നിധിയും പറയാണ്. അങ്ങനെ സുഭാഷ് സമ്മതിച്ചതിന് ശേഷം നിധിയും സുധീഷും നികേഷും ഒക്കെ കടലിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും തിരമാലയിൽ ആർത്തുല്ലസിച്ച് കളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് നികേഷ് സുഭാഷിനെ ശ്രദ്ധിച്ചുകൊണ്ട്, ഈ സുഭാഷ് ഏട്ടൻ എന്താ വരാത്തെ, ഇതിനാ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ എന്ന് പറയുന്നത്. വാടാ, നമുക്ക് പോയി വിളിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെയും കൂട്ടി സുഭാഷിനെ വിളിക്കാൻ പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, എന്തിനാ ഇങ്ങനെ മാറിയിരിക്കുന്നേ, വാ എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ, ഏയ് ഞാൻ വരുന്നില്ലടാ എന്ന് തിരിച്ചു പറയാണ്. എന്താ സുഭാഷ് ഏട്ടാ ഇത്, കുറച്ചു സമയം കടലിലൊന്ന് ഇറങ്ങി നോക്ക് എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് സുഭാഷിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും ഒരുമിച്ച് കടലിൽ കളിക്കാണ്. സുഭാഷും നികേഷും ഒരു സൈഡിലും നിധിയും സുധീഷും മറ്റൊരു സൈഡിലുമായാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സുഭാഷ് പെട്ടെന്ന് നിധിയെ സുധീഷിനെ ശ്രദ്ധിച്ചുകൊണ്ട്, എടാ വാ, അവർ ഒരുമിച്ച് കുറച്ചു സമയം കടലിൽ ഇറങ്ങട്ടെ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് അവരോടായി, ഞങ്ങൾ പോയിട്ട് ഒരു ജ്യൂസ് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് നടന്നു പോകുന്നുണ്ട്. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് സുധീഷ്, ചേട്ടനും അനിയനും ബുദ്ധിയുണ്ട്, എന്നെ തനിയെ വിട്ടിട്ട് മാറി നിൽക്കുക കൊച്ചു കള്ളന്മാരെ എന്ന് മനസ്സിൽ പറയാണ്. സുധീഷ് നിധിയെ നോക്കിക്കൊണ്ട്, നിധി, ഇവിടെ ഇത്തിരി തിര കൂടുതലാ, നമുക്ക് അങ്ങോട്ട് മാറി നടന്നാലോ എന്നവൻ ചോദിക്കുമ്പോൾ, അവരോ എന്നവളും ചോദിക്കുന്നുണ്ട്. അവര് വന്നോളും, നമുക്ക് നടക്കാം എന്നവൻ പറയുമ്പോൾ അവൾ അതും സമ്മതിച്ച് അവന്റെ കൂടെ നടന്ന് നീങ്ങാണ്. സുഭാഷും നികേഷും നടന്നു പോകുമ്പോഴേക്കും അവിടെ ഒരു പാറക്കെട്ടിലിരുന്ന് ബീഡി വലിക്കുന്ന അച്ഛനെ കാണുന്നുണ്ട്. ഇങ്ങനെ പബ്ലിക്കായിട്ടാണോ ഇരുന്ന് ബീഡി വലിക്കുന്നതിന് കുറച്ച് മാറി ഇരുന്ന് വലിച്ചൂടെ എന്ന് സുഭാഷ് പറയുമ്പോൾ അച്ഛനും ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറുന്നുണ്ട്. സുഭാഷും നികേഷിനെയും കൂട്ടി നടന്നു പോവാണ്. നിധിയും സുധീഷും നടന്നു പോകുമ്പോഴേക്കും പെട്ടെന്ന് നിധിയുടെ കാലിൽ എന്തോ തറക്കാണ്. നിധി ആകെ പേടിക്കുമ്പോഴേക്കും സുധീഷ് അതെടുത്ത് മാറ്റി, ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ, അതൊക്കെ പോയില്ലേ എന്നും പറഞ്ഞ് കുറച്ചു ദൂരം നടന്നതിന് ശേഷം അപ്പോഴേക്കും അങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്ന അച്ഛനും അവരെ കണ്ട്, ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്ന്, മോളെ, കടലിൽ നിൽക്കുമ്പോഴേ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, കാലിതാ ഇങ്ങനെ വെച്ച് നിൽക്കണം, എന്നാലേ ബാലൻസ് കിട്ടൂ, അല്ലെങ്കിൽ കാലിനടിയിലെ മണലൊക്കെ ഒലിച്ചു പോയി ബാലൻസ് തെറ്റി വെള്ളത്തിലേക്ക് വീഴും, അങ്ങനെയാ കുറെ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഓരോ കടലിന്റെ കാര്യങ്ങളും അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുധീഷും ദേഷ്യത്തോടെ അയാളെ നോക്കി നിൽക്കാണ്. അപ്പോഴേക്കും നികേഷും സുഭാഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനല്ലേ നമ്മൾ മാറുന്നേ, എന്നിട്ട് ദേ നോക്ക്, അച്ഛനവിടെ അങ്ങനെ പോയെന്ന് വലിച്ചേ ഇങ്ങോട്ട് എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അച്ഛാ, ഒന്നിങ്ങ് വന്നേ എന്നവൻ പറയുമ്പോൾ, എന്തിനാടാ എന്ന് അച്ഛനും ചോദിക്കാണ്. ഒന്നിങ്ങ് വാ, ഒരു കാര്യം പറയാനാ എന്നും പറഞ്ഞ് അവൻ നിർബന്ധിക്കുമ്പോഴേക്കും ശരി എന്നും പറഞ്ഞ് അച്ഛനും അവന്റെ കൂടെ പോകുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ സുഭാഷിന് മനസ്സിൽ താങ്ക്സും പറഞ്ഞുകൊണ്ട് നിധിയോടായി, വാ നിധി, നമുക്ക് നടക്കാം എന്നും പറഞ്ഞ് വീണ്ടും നടക്കാണ്. സുഭാഷ് അച്ഛനെയും കൊണ്ടുപോയി കരയിലൊരു സ്ഥലം കാണിച്ചു കൊടുത്ത്, അച്ഛനെ ഇവിടെ ഇരിക്കേ എന്ന് പറയുമ്പോൾ, നീ എന്തിനാടാ എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നേ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അവരെ തനിയെ വിടാനാ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയെന്ന്. അപ്പൊ അച്ഛൻ പോയി അവരുടെ ഇടയിൽ നിൽക്കാണോ, അവരിത്തിരി നേരം സംസാരിച്ചോട്ടെ, വെറുതെ എന്തിനാ അവരുടെ ഇടയിൽ ഒരു കരടാവുന്നേ എന്നവൻ പറയുമ്പോൾ, കരടാവാനോ, ഞാൻ അതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എടാ, വീട്ടിൽ പോലും ഒന്നും സംസാരിക്കാത്തവര് ഇവിടെ വന്നാൽ സംസാരിക്കുമെന്നാണോ നീ കരുതുന്നത് എന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നടന്നു പോകുന്നുണ്ട്. നികേഷും സുഭാഷും മറ്റൊരു വഴിക്കും നടക്കാണ്. സുധീഷും നിധിയും കുറച്ച് സമയം നടന്നതിന് ശേഷം സുധീഷ് നിധിയോടായി, നിധി, നമുക്കൊന്നിരുന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ ദൂരെയല്ലേ, നമുക്ക് അങ്ങോട്ട് ചെല്ലണ്ടേ എന്നവൾ ചോദിക്കുമ്പോൾ, അവരിങ്ങ് വന്നോളും, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് നിധിയോട് പറയുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ സുഭാഷിനെ മനസ്സിൽ താങ്ക്സും പറഞ്ഞുകൊണ്ട് നിധിയോടായി, നിധി, നമുക്ക് ഒന്നിരുന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ ദൂരെയല്ലേ, നമുക്ക് അങ്ങോട്ട് ചെല്ലണ്ടേ എന്നവൾ ചോദിക്കുമ്പോൾ,
മണലിൽ നടന്നിട്ടാണെന്ന് തോന്നുന്നു, എന്തോ ഒരു ക്ഷീണം പോലെ, നമുക്കിരിക്കാം എന്നവൻ നിർബന്ധിക്കുമ്പോൾ അവളും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഇരുന്ന് അവൻ തന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും അവരുടെ ഇന്റർവ്യൂ വീഡിയോ കാണാണ്. നിധി, ഇത് നോക്ക്, നീലക്കുറിഞ്ഞി ചാനലില് നമ്മുടെ ഇന്റർവ്യൂ വന്നിരിക്കുന്നു എന്നവൻ പറയുമ്പോൾ ഇന്റർവ്യൂവോ എന്നവളും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഡിവോഴ്സിന്റെ കാര്യം അന്വേഷിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ നീലക്കുറിഞ്ഞി ചാനലിന്റെ, അത് വന്നിരിക്കുന്നു. 1 മില്യൺ വ്യൂ നോക്ക് എന്നവൻ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ആഹാ, കുറെ കമന്റ്സ് ഉണ്ടല്ലോ എന്നവൾ പറയുമ്പോൾ വായിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവൻ ആ കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്ക് എന്നവൻ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ നിധിയും ചിരിക്കുന്നത് കണ്ട് എന്തിനാ ചിരിക്കുന്നേ എന്നവൻ ചോദിക്കുന്നുണ്ട്. അല്ല, ഈ കമന്റ്സ് ഇടുന്നവർക്കൊന്നും നമ്മൾ തമ്മിൽ ഒന്നുമില്ലാന്ന് അറിയില്ലല്ലോ അല്ലേ, പാവങ്ങൾ എന്നവൾ പറയുമ്പോൾ സുധീഷിനും ആകെ വല്ലാതാവുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു വിട്ട അച്ഛനും ബീച്ചിന് കുറച്ച് ദൂരെയായി നടന്നു പോകുമ്പോഴേക്കും ഒരു ബിയർ കുപ്പി വീണത് കണ്ട് അതെടുത്ത് ദൂരേക്ക് മാറ്റിയിടുന്നുണ്ട്. പുറത്തു വന്നാലും ഒന്നും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, വീട്ടിലോ പട്ടിയെ പോലെ പുറത്ത് കാവൽ കിടക്കുക, ഇവിടെ അങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനൊരു സ്ഥലത്തിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു തമിഴൻ അങ്ങോട്ട് വന്ന്, സാർ തനിയെ ഇരിക്കുന്നുണ്ട് കേക്കറേ, കുടിപ്പേനാ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുടിപ്പേന എന്ന് അയാളും ചോദിക്കുന്നുണ്ട്. ഇവിടെ പക്കത്തില് വ്യൂറേജസ് ഇല്ലേ, സരക്ക് എൻ കയ്യിലിരിക്ക്, ക്വാർട്ടർ 200 രൂപ വേണമാ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ബ്രാൻഡിയോ വിസ്കിയോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. റമ്മാണ് സാർ, നല്ലായിരിക്കും എന്ന് പറയുമ്പോൾ ശരിക്കോട് എന്നും പറഞ്ഞ് അയാൾ കീശയിൽ നിന്നും പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹാപ്പിനെസ്, അതാണ് മുഖ്യം എന്നും പറഞ്ഞ് കുപ്പി പൊട്ടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പുറകിൽ നിന്ന് ഒരു പോലീസുകാരൻ തന്റെ വടി കൊണ്ട് അയാളെ തട്ടുന്നുണ്ട്. ഭാസ്കരൻ ഒരു സംശയത്തോടെ പുറകിലേക്ക് നോക്കുമ്പോഴേക്കും തന്റെ ചുറ്റിൽ നിൽക്കുന്ന 2 പോലീസുകാരെയാണ് കാണുന്നത്. ആകെ പെട്ടല്ലോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങൾ